ഹലോ, അപ്പോൾ ഒന്ന് പുറത്ത് പോയാലോ? പുറത്ത് പോകാന്ന് പറഞ്ഞാൽ വലിയ കറക്കമൊന്നുമില്ല. ഒരു പടത്തിന് പോകാമെന്ന് ഓർത്ത് ഇറങ്ങിയതാണ് കേട്ടോ. നല്ല റിവ്യൂ ഒക്കെ കേട്ടൊരു പടമുണ്ട്, സുമതി വളവ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് വരാമെന്ന് ഓർത്ത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം സ്കൂൾ അടച്ചു, 2 മാസം അവധിയാണ്. ഞാൻ ഒറ്റയിരിപ്പാണ് വീട്ടിൽ. പുറത്ത് പോകണമെങ്കിൽ ഹസ്ബൻഡും കൂടി ഫ്രീ ആവണം. അങ്ങനെ ഒരു ദിവസം സൺഡേസ് മാത്രമാണ്. ആൾ ഹെൽത്ത് ഫീൽഡിലായതുകൊണ്ട് പെട്ടെന്നൊന്നും അങ്ങനെ ഓഫ് കൂടെ കിട്ടുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങാമെന്ന് ഓർത്ത് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. കുഞ്ഞിനെ അമ്മമ്മയുടെ ഇതാക്കി അങ്ങനെ ഞങ്ങളൊരു പടത്തിന് ഇറങ്ങാമെന്ന് വെച്ചു. ഒരു മൂവി നൈറ്റ്. നമ്മൾ ഡെലിവറിക്കൊക്കെ ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതും നമ്മൾ മാത്രമായ സമയമാണ് അല്ലേ. അത് ഇടയ്ക്കൊക്കെ വേണം. അങ്ങനെ ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾ കണ്ടെത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ കുഞ്ഞുങ്ങളെ വലിയ ആൾക്കാരുടെ അടുത്താക്കി, എൽഡേഴ്സിൻ്റെ അടുത്താക്കി പുറത്തിങ്ങനെ കറങ്ങാൻ ഇറങ്ങുന്നതിൽ തെറ്റൊന്നും ഇല്ലാടോ. അങ്ങനെ അത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അജ്മാൻ സിറ്റി സെൻറ്ററിലാണ് കേട്ടോ പടം ഓടുന്നത്. അവിടെയാണ് ബോക്സ് സിനിമാസ് ഉള്ളത്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളൊരു 6:15 തന്നെ ഇറങ്ങി. 6:50 സിനിമ. ഇവിടുത്തെ ഈവനിങ് സീൻസ് ആണ് കേട്ടോ. ഇവിടെ വന്ന സമയത്ത് ഇതൊക്കെ ഒരു കൗതുകമായിരുന്നു എനിക്ക്. ലൈറ്റ്സും വലിയ വലിയ ബിൽഡിങ്ങും പിന്നെ നമ്മുടെ നാട് തന്നെയാണ് പറയുന്നത്. ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് അജ്മാൻ സിറ്റി സെൻറ്റർ. അവിടെയാണ് നമ്മുടെ പടം കളിക്കുന്നത്. ഈ സിറ്റി സെൻറ്ററിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കഥകളുണ്ട്. ഞാനിവിടെ വന്ന സമയത്ത് എന്നെ എപ്പോഴും കൊണ്ടുവന്ന് ചുറ്റി നടന്ന് കാണിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സിറ്റി സെൻറ്റർ. പിന്നെ എനിക്ക് അതിൻ്റെ പിന്നിലുള്ള ചതി മനസ്സിലായി ഗൈസ്. എൻ്റെ ഭർത്താവ് ആകെ ഈ സ്ഥലം മാത്രമേ അറിയൂ. പിന്നെ ടാക്സി ചിലവ് അധികം ഇല്ലാതെ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലം ഇതാണ്. അങ്ങനെ എപ്പോഴും പുറത്തു പോയാൽ കറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു സിറ്റി സെൻറ്റർ. ഇതിനകത്ത് കുറേ കടകളുണ്ട് കേട്ടോ. ചെരുപ്പിൻ്റെയും ഡ്രസ്സിൻ്റെയും ഷൂസിൻ്റെയും ഒക്കെ സെപ്പറേറ്റ് കടകളുണ്ട്. മൊബൈൽ ഷോപ്സും അങ്ങനെ എല്ലാം ഉണ്ട്. സൂപ്പർ മാർക്കറ്റ്സും ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പോക്കറ്റ് കാലിയാവുമെന്ന് മാത്രം. അപ്പം അങ്ങനെ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ കടകൾ കണ്ടിറങ്ങാമെന്ന് മാത്രം സാധാരണക്കാർക്ക്. ഇതാണ് അതിനകത്തെ ബോക്സ് സിനിമാസ്. ഒത്തിരി പടങ്ങൾ ഒരേ സമയം കളിക്കുന്ന ഒരു വലിയ തിയേറ്ററാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ സുമതി വളവ് ഒരു 10 മിനിറ്റിനകം തുടങ്ങും. ആളെ ടിക്കറ്റ് എടുക്കാൻ പോയ സമയത്ത് ഞാനിതൊക്കെ ഇങ്ങനെ പകർത്തിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മളുടെ ഇടയിലുള്ള ക്വാളിറ്റി ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഡെലിവറിക്കൊക്കെ ശേഷം ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മിലുള്ള ഈ ഇത്തരത്തിലുള്ള കുഞ്ഞു സമയങ്ങൾ നേരങ്ങളൊക്കെ കണ്ടെത്തി ചിലവഴിക്കുന്നതിലൂടെ നമുക്കൊരു പരിധിയിൽ കൂടുതൽ നമുക്ക് മാറ്റാം കേട്ടോ. ആളിതാ ടിക്കറ്റ് എടുത്ത് തരുന്നുണ്ട് കേട്ടോ. സിനിമയ്ക്കിടയിൽ കുറിക്കാനുള്ള എന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരേ ടൈമിൽ കുറേ സിനിമാസ് കളിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ടിക്കറ്റിൽ ഏത് തിയേറ്ററിലാണ് എത്ര നമ്പർ തിയേറ്ററിലാണ് കളിക്കുന്നത് എന്നുള്ളത് ഞാൻ നോക്കുക. കളിക്കുന്ന തിയേറ്റേഴ്സാണ് കേട്ടോ. നമുക്ക് പോകേണ്ടത് എത്രാമത്തേലാണ്? 5. അങ്ങനെ അതേ നമ്മൾക്ക് 5th തിയേറ്ററിലാണ് പടം ഓടുന്നത്. ആ സ്ഥലം കണ്ടുപിടിച്ചു, ഞാൻ ചൂണ്ടിക്കാണിച്ച് തരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി. പിന്നെ നമുക്കതിനകത്ത് ഒത്തിരി നേരം ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ജസ്റ്റ് അതിൻ്റെ എൻട്രൻസ് കയറുന്നതിനകത്ത് തന്നെ ഞാൻ ഫോൺ ഒരു വിധത്തിൽ മാറ്റി വയ്ക്കാനുള്ള തീരുമാനം എടുത്തു കേട്ടോ. കാരണം ഒത്തിരി സ്റ്റിൽസ് ഒന്നും അതിൻ്റെ അകത്തൊന്നും എടുത്തില്ല. പിന്നെ സിനിമ കഴിഞ്ഞത് ഒരു 8:45 9 മണിയൊക്കെ ആയിട്ടോ. പിന്നെ ഓടി വീട്ടിലേക്കൊരു വരവായിരുന്നു കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. സൗണ്ട് പേത വന്നിട്ട് കയ്യും പേത ഭേദം വന്നു സുമതി വളവില്. അതെ അതന്നെയല്ലേ കുട്ടീനെ കൊണ്ടുപോകാതിരുന്നത്. അല്ലെങ്കിൽ സുമതി വളവ് വന്നിട്ട് പേദം വരുന്നത് ഒരു സമാധാനമില്ലാത്ത കാണലായിരുന്നെങ്കിൽ കൂടിയും നമുക്ക് കുറച്ചു നേരം നമ്മൾ മാത്രമായിട്ടുള്ളൊരു സമയം കിട്ടിയിട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇതുപോലെ തന്നെ കുറച്ച് സമയം കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ പരസ്പരമുള്ള ആ ഒരു ബോണ്ടിങ് കൂടുതൽ സ്ട്രോങ് ആവാനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. കാരണം ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമായിരുന്നു, അതായത് ആളുണ്ടായാലും ഇതുപോലെ തന്നെ നമ്മൾക്ക് മാത്രമായ സമയങ്ങൾ കണ്ടെത്താൻ പരമാവധി ശ്രമിക്കും എന്നുള്ളത്. അപ്പോഴാണെങ്കിൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരാതികളൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു സായാഹ്നം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ലൈക്കും ചെയ്യണേ.